ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ വന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മേഡം എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ശ്യാമിലി. ഞാൻ ചേളന്നൂര് കോറോത്തുകോയിൽ സ്വദേശിയാണ്. മേഡം പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഒരു ലാബ് ടെക്നീഷ്യൻ ആയിരിക്കെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നത്. എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് പലരും പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലര് പണത്തിന്റെ ആവശ്യം കൊണ്ട് വരുന്നവരുണ്ട്, ചിലര് ബന്ധങ്ങളിലൂടെ വരുന്നവരുണ്ട്, ചിലര് നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് അതിലൂടെ റിസൾട്ട് കിട്ടിയിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിലൂടെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നത്. ഞാന് മാഡം പറഞ്ഞു, ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ചേളന്നൂർ തന്നെയുള്ള 82 എന്ന് പറയുന്ന ഒരു JS ക്ലിനിക്കൽ ലാബ് എന്ന് പറയുന്ന ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ എന്നെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് എത്തിച്ച എൻ്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ചേളന്നൂർ, അപ്പോ എന്നെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിച്ച എൻ്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള STC റാങ്കിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സുരേന്ദ്രൻ സാറിന് ഞാൻ ആദ്യമേ തന്നെ ഒരു നന്ദി അർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം എന്നെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇതുപോലെയുള്ള സൂം പ്ലാറ്റ്ഫോമുകളിലും ഒന്നും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ അദ്ദേഹത്തിന് ഒരു നന്ദി പറയുന്നു. ഞാന് ലാബ് മേഖലയിൽ, അതായത് 82 ലാബിൽ വർക്ക് ചെയ്യുമ്പോഴാണ് സാറ് എന്നെ പരിചയപ്പെടുന്നതും ആ ലാബിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നതും. നിരന്തരമായിട്ട് സാറ് ലാബിലേക്ക് വരികയും നമ്മളുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എനിക്ക് കുറെ കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ബ്ലഡില് HBന്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. കുറെ കാലങ്ങളായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുകയും അതിനുള്ള ഒരുപാട് ടാബ്ലറ്റുകളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൂടെ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള റിസൾട്ടും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടക്ക സമയത്ത് ലാബിൽ വന്ന സമയത്ത് നമുക്ക് വലിയൊരു ഒരു അപരിചിതൻ എന്ന രീതിയിൽ നമ്മൾ കണ്ട് സംസാരിച്ച് പിന്നീട് കൂടുതൽ അടുത്ത് സാറ് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകൾ, ആദ്യം നമ്മുടെ ഫെയർനെസ് ക്രീം പോലുള്ള പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളൊക്കെ ചെറിയ രീതിയിൽ കാണിച്ചു തന്ന് ആ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു ഫേസ് വാഷ് ആണ് വാങ്ങിയത്. ആ ഫേസ് വാഷ് വാങ്ങി ഉപയോഗിച്ചു. പിന്നീട് എന്നെ കണ്ട സമയത്ത് സാർ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ചെറിയൊരു രക്തക്കുറവിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടൈം ഒരു ക്ഷീണം, തളർച്ച ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സാർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറ് നമ്മുടെ ഫീലിൻ ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിങ്ങനെ രക്തക്കുറവിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ആരായാലും ഈ കമ്പനിയെ കുറിച്ച് അറിയില്ല, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ല, സാറുമായിട്ട് വലിയ രീതിയിലുള്ള പരിചയമൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ്, അതും പ്രത്യേകിച്ച് ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്കത് കഴിക്കാനുള്ള ഒരു മടി, ഒരു വിമുഖത ഞാൻ അന്നപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് സാർ ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം മാത്രമേ തന്നെ വേണ്ട എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ ലാബിൽ തന്നെ ആയതുകൊണ്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് Recording in നമുക്കറിയാം, progress. ഒരു നോർമൽ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം 12 to 15 വരെ ഗ്രാം പെർസെൻറ്റേജ് ആണ് ഒരു നോർമൽ ഫീമെയിലിന്റെ HB ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 12ന്റെ താഴേക്ക്, ഒരു 10ന്റെ താഴേക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ HB ലെവൽ എന്ന് പറയുന്നത് 10ൽ നിന്ന് കുറഞ്ഞ് 7 എന്നുള്ള ഒരു റേഞ്ചിലേക്കായിരുന്നു എത്തിയത്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് കഴിച്ചുകൂടാ എന്നുള്ള ഒരു തോന്നൽ വന്നു. അങ്ങനെ ആദ്യം ഒരു ബോട്ടിൽ ഫീലിൻ ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒറ്റ ബോട്ടിലാണ് ഞാൻ ആദ്യം വാങ്ങുന്നത്. അങ്ങനെ ആ ബോട്ടിൽ വാങ്ങി കഴിക്കേണ്ട ക്രമങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നു. അങ്ങനെ ആ ഒരു ബോട്ടിൽ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തു. യഥാർത്ഥത്തിൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി എന്ന് വേണം പറയാനായിട്ട്. ഒരാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞ് ലാബിൽ തന്നെ ആയതുകൊണ്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് 7ൽ നിന്നും 10ന്റെ മുകളിലേക്ക് ആ ഒരു HB ലെവൽ വന്നു എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് 2 ബോട്ടിൽ കൂടി തന്ന് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 ബോട്ടിൽ 1 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു.
പിന്നീട് നല്ലൊരു മാറ്റം ശരീരത്തിലെ ക്ഷീണത്തിനും തളർച്ചയ്ക്കും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫീലിംഗ് ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കഴിച്ച് അതിലൂടെ കിട്ടിയ റിസൾട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. പിന്നീട് സാറ് നമ്മുടെ ഒരു മീറ്റിംഗ് GTSലേക്ക് ക്ഷണിക്കുകയും ഒരു GTS അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ GTS സെന്ററിൽ വന്ന സമയത്തൊന്നും ഇത് ഒരു വലിയ ബിസിനസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഏറ്റെടുത്ത് ചെയ്യണമെന്നോ ഉള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ മനസ്സിലുണ്ടായിരുന്നില്ല. ഏതൊരാളെ പോലെയും ആദ്യമായിട്ട് ഒരു GTS സെന്ററിലേക്ക് കടന്നു വന്ന് ഒരുപാട് ആളുകളെ കണ്ട് അതിശയിച്ചിരിക്കുന്ന രീതിയിൽ ആദ്യത്തെ GTS ഒക്കെ അറ്റൻഡ് ചെയ്തു. പിന്നീടാണ് ഇതിന്റെ വലിയൊരു ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിന്റെ സാധ്യതയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സാറ് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാ, ഇതൊരു ബിസിനസ് ആയിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു തോന്നല് വരികയും ആദ്യം തന്നെ ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് ഉപയോഗിച്ചു. പിന്നീട് നല്ലതാണെന്ന് തോന്നിയതിന് ശേഷം ഒരു 35,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് തന്നെ എടുത്ത് ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്താണ് ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് തുടക്കത്തിൽ തന്നെ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പെട്ടെന്നുള്ള ഒരു ജോലി എന്നുള്ള ഒരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഡിപ്ലോമ കോഴ്സ് ആയിട്ട് ഞാൻ DMLT ആണ് പഠിച്ചത്. ഡിപ്ലോമ കോഴ്സ് പഠിക്കാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ 3-4 വർഷം ആ ഒരു മേഖലയിൽ ഞാൻ വർക്ക് ചെയ്തു. പിന്നീട് ആ ഒരു ജോലിയും പോരാ എന്ന തോന്നൽ വന്നതുകൊണ്ടായിരിക്കാം പിന്നീട് ചേളന്നൂർ ബ്ലോക്കിൽ തന്നെ MEC എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എക്സാം ഒക്കെ എഴുതി ഒരു ജോലി കിട്ടി. അതും ആ ജോലിയും ചെയ്തു. ആ ജോലിയും ഏകദേശം 1 വർഷത്തോളം ആ ഒരു മേഖലയിലും പ്രവർത്തിച്ചു. പക്ഷെ ആ ഒരു മേഖലയിലും പ്രവർത്തിച്ച സമയത്തും ഇതും പോരാ എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു തോന്നൽ എന്ന് പറയുന്നത് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഫീലിംഗ്, ഒരു സംതൃപ്തി എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ ജോലിയും ഞാൻ ഉപേക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട്. പ്രത്യേകിച്ചും ഈ ഒരു ബിസിനസ്സിനെ ശക്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ വൈത്തിരി വെച്ച് നടന്ന 2-ഡേ RTP 2-ഡേ RTPയിൽ പങ്കെടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ബിസിനസ്സിനെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഇന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഏരിയ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടച്ചിങ് ATC ആണ്. ഇന്ന് ഈ ഒരു ബിസിനസ് അവസരത്തിൽ നിൽക്കുന്ന സമയത്തും അതോടൊപ്പം തന്നെ മുൻപ് ഞാൻ പ്രവർത്തിച്ച മേഖല, ആ മേഖലയിൽ നിന്ന് ഈ മേഖലയിലേക്ക് വന്ന സമയത്ത് എനിക്കുണ്ടായ കുറച്ച് മാറ്റങ്ങൾ, അതാണ് ഞാൻ നിങ്ങളോട് ഇനി അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു മേഖലകളിലൊക്കെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ മറ്റൊരാളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഏരിയ ലിമിറ്റ് ഇല്ല, ബോസ് ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല, ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത ഒരു ബിസിനസ് അവസരം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കൃത്യം ലാബ് ടൈം എന്ന് പറയുന്നത് 6 മണി ടു 6 AM ടു 6 PM ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 7-7:30 ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ അവിടെ എത്തണം. ഒരു 5-5:30ന്റെ ഉള്ളിൽ ഒരു കൃത്യമായ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ എത്തണം. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ബോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് പറയുന്ന രീതിയിലല്ലാതെ നമുക്ക് വേറെ ഒരു കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലകളിലൊക്കെ പ്രവർത്തിച്ച സമയത്തും എന്റെ സമയവും ആരോഗ്യവും എല്ലാം ഞാൻ വേറെ ഒരു മേഖലയിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെ മിതമായ രീതിയിലുള്ളതായിരുന്നു. അതുകൂടാതെ ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യവും അവിടെ നിന്ന് കിട്ടുന്നത് വളരെ കുറവായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ ഇന്ന് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വേണം പറയാനായിട്ട്. കാരണം
ഞാന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരുന്ന് നമുക്ക് ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനൊക്കെയുള്ള എല്ലാവരും പറയും പോലെ അതിനൊക്കെയുള്ള ഒരു ധൈര്യം തന്നത് സത്യത്തില് ഈ ഒരു കമ്പനിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണെന്ന് വേണം പറയാനായിട്ട്. അത് മാത്രമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. എന്റെ പേഴ്സണാലിറ്റി തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വേണം പറയാനായിട്ട്. കൂടാതെ ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങള്. ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്, ബന്ധങ്ങള്. ബന്ധങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു ബിസിനസ്സാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ അറിയാത്ത ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ആ ആളുകളുമായിട്ടെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ്. ഞാൻ മുഖാന്തരം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു നമ്മുടെ പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാനും അതിലൂടെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ്. നേരെ തിരിച്ച് ആ ഒരു ലാബ് മേഖലയിൽ മാത്രം ഒതുങ്ങി, അല്ലെങ്കിൽ പഞ്ചായത്ത് മേഖലയിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ ഇത്രയും ആളുകളുമായിട്ടുള്ള ഒരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് അറിയാത്ത ആളുകൾ പോലും ചിലപ്പം നമ്മളെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ ചെറിയ ചെറിയ രീതിയിലുള്ള അച്ചീവ്മെന്റുകൾ, ചെറിയ രീതിയിലുള്ള വരുമാനങ്ങളായാലും ആദ്യം ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ഉള്ള വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങാനും ഒരു ഗോൾഡ് റിങ് വാങ്ങാനും ഒക്കെ തന്നെ എനിക്ക് സാധിച്ചിട്ടുള്ളത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ്. ഞാൻ ആദ്യം പ്രവർത്തിച്ച മേഖലയിൽ നിന്നും എനിക്കിതൊന്നും വാങ്ങിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ച കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ ഫീൽ ലിക്വിഡ് സിറപ്പ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. എങ്കിൽ കൂടിയും പിന്നീട് ഞാൻ ഉപയോഗിച്ച കുറച്ച് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് 95 എന്ന് പറയുന്ന നമ്മുടെ പ്രീമിയം ഡ്രിങ്ക് ആണ്. 95നെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ ടോട്ടലി ചേഞ്ച് ആക്കിയ ഒരു പ്രൊഡക്റ്റ് എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇന്ന് തുടർച്ചയായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് 95 എന്ന് പറയുന്ന പ്രോഡക്റ്റ്. കാരണം തുടക്ക സമയത്ത് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മെലിഞ്ഞ ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും ക്ഷീണം പിടിച്ച് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ഇരുന്ന എന്നെ ഇന്ന് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ശരീരത്തിനൊക്കെ ഒരു തടി വരാനും, അതോടൊപ്പം തന്നെ ടോട്ടലി മൊത്തത്തിൽ ഇപ്പൊ എന്നെ കാണുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട്, ആദ്യം കണ്ട ശ്യാമിലി മാഡം അല്ലല്ലോ ഇപ്പൊ ഉള്ളത് എന്ന്. അത് നമ്മുടെ 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഒരൊറ്റ റിസൾട്ട് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അതോടൊപ്പം എനിക്ക് രക്തക്കുറവിന്റെ പുറമെ ലോ ബി പി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബി പി കുറഞ്ഞു പോകുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ ബി പി കുറയുന്ന പ്രശ്നത്തിനും ഇപ്പൊ എനിക്ക് വളരെയധികം മാറ്റമുണ്ട്. ഞാൻ ഈ 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് രാവിലെ 95 കഴിച്ചിറങ്ങുമ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തവര് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. കാരണം എന്നെ ടോട്ടലി ചേഞ്ച് ആക്കിയത്, എപ്പോഴും ഒരു ക്ഷീണം, ഞാൻ പറഞ്ഞ ക്ഷീണം തളർച്ചയായിട്ട് എപ്പോഴും ഈ രക്തക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം, കാല് കടച്ചില്, കാല് വേദന, നമ്മൾ കിതപ്പ്, ശ്വാസം മുട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കുറച്ച് നടന്നു കഴിയുമ്പോഴേക്കും തന്നെ നമുക്കൊരു ശ്വാസം മുട്ടുന്ന ഫീലിംഗ് ഒക്കെ വരും. ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 95ന്റെ പുറമെ കവചപ്രാശം ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുവിധ എല്ലാ പ്രോഡക്റ്റുകളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമും ഫേസ് വാഷിലൂടെയും കിട്ടിയ ഒരു റിസൾട്ട് കൂടി ഞാൻ പറയാം. എന്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പിമ്പിൾസ് വരുന്ന ഒരു സ്കിൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുഖക്കുരു പാടുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ തുടർച്ചയായിട്ട് നമ്മുടെ ഫെയർനെസ് ക്രീമും ഫേസ് വാഷും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റുകളെല്ലാം യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കിത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നുകയുള്ളൂ. അവരെ മുമ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ പറയണമെങ്കിലും പരിചയപ്പെടുത്തണമെങ്കിലും ഒക്കെ തന്നെ ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട്
കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളിത് സെയിൽസ് മാത്രം പ്രൊമോട്ട് ചെയ്യാതെ നമ്മൾ സ്വയം കുറെ പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ ഉപയോഗിക്കുക. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരുപാട് മുക്തി കിട്ടാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ സഹായിക്കുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. കൂടാതെ കവചപ്രാശം ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് എനിക്ക് കിട്ടിയ വേറൊരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ വോണ്ട് ഹീൽ ക്രീമിന്റെ റിസൾട്ട് ആണ്. എനിക്ക് ഒരു മോളാണുള്ളത്. അവള് UKG പഠിക്കുകയാണ്. അവള് അംഗനവാടി പഠിക്കുന്ന സമയത്ത് നടന്നു വരുന്ന സമയത്ത് ചെറുതായിട്ട് വണ്ടി തട്ടി മറിഞ്ഞ് വീണ് അങ്ങനെ കൈയിന്റെ ഈ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ഭാഗത്തുള്ള തോല് കംപ്ലീറ്റ് പോയി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച സമയത്ത് ഡോക്ടർ ബെറ്റാഡിയന്റെ ഓയിൽമെന്റ് ആണ് പുരട്ടാനായിട്ട് തന്നത്. പക്ഷെ ബെറ്റാഡിയന്റെ ഓയിൽമെന്റ് പുരട്ടിയിട്ടും യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായില്ല. അപ്പൊ തന്നെ നമ്മുടെ വോണ്ട് ഹീൽ ക്രീം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ഏകദേശം ഒരാഴ്ചയെ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഭാഗം ഉണങ്ങി ക്ലിയർ ആയി എന്ന് വേണം പറയാനായിട്ട്. ഇതാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റുകളുടെയും റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് ആണ്. അതുപോലെ തന്നെ ബൃംഗാരാജ് ഹെയർ ഓയിൽ, എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുള്ള ആളായിരുന്നു ഞാൻ. ഇപ്പൊ സ്ഥിരമായിട്ട് ബൃംഗാരാജ് ഉപയോഗിക്കുന്നുണ്ട്. മുടി കൊഴിച്ചിലിന് ഇപ്പം എത്രയോ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് മുടി വരികയാണ്. പുതിയ മുടി നല്ല രീതിയിൽ, പഴയ മുടികളെല്ലാം കൊഴിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള മുടി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നല്ല റിസൾട്ട് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കൂടാതെ ഒരുപാട് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഞാൻ പാലോൾത്താഴം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു താത്ത കുറെ കാലങ്ങളായിട്ട് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ശക്തമായ വയറുവേദന, ഈ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ ഒരുപാട് എന്താ പറയുക ഡോക്ടർമാരെ കാണിക്കുകയും മരുന്നുകളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവർക്ക് യാതൊരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ഏകദേശം അവർക്ക് ഞാൻ ഒരു 6 മാസത്തോളം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അവരെ എടുത്ത് ചെല്ലുന്ന സമയത്ത് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ആ വേദനയ്ക്കൊക്കെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു താത്ത ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് അവരെ തൊട്ടിപ്പുറത്തുള്ള അയൽവാസിയോട് പറഞ്ഞു ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് രക്തക്കുറവിന്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ അവർക്ക് ഫീലിംഗ് ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കൊടുത്തു. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് രക്തക്കുറവുണ്ടായിരുന്ന അവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടിപ്പുറത്തുള്ള അവരുടെ അയൽവാസിക്കും ഈ ഒരു സാധാരണ വീട്ടമ്മയാണ്. അവര് സാധാരണ വീട്ടുജോലിക്ക് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ കാരണം അവർക്ക് ഈ കുനിഞ്ഞുള്ള പണികളൊന്നും എടുക്കാനുള്ള ആവുന്നില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ നോവേദന ജെല്ല്, ചാമ്പി തൈലം, നോവേദന ക്യാപ്സ്യൂള് ഇത് മൂന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു. ഇത് അവർ ഉപയോഗിച്ചു. ഒരു മാസത്തോളം അവർ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു. ഇപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഇഷ്യൂവിന് നല്ല കുറവുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ അവരെ വീട്ടിൽ ചെന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞത് എന്റെ ഊരവേദന പോക്കി തന്ന മോളാണിത് എന്നാണ് അവര് പറഞ്ഞത്. ഇതിലപ്പുറം നമുക്ക് വേറെ എന്താണ് കിട്ടേണ്ടത്? ഇങ്ങനെയൊക്കെ നമ്മള് കൊടുക്കുന്ന, അതായത് അത് ഞാൻ കൊടുത്തത് കൊണ്ടല്ല അവരത് പറഞ്ഞത്. ആ പ്രൊഡക്റ്റിന്റെ മാഹാത്മ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്തോരം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അവരുടെ ഒരു പ്രാർത്ഥനയില്, അല്ലെങ്കിൽ അവർക്കൊരു രോഗമുക്തി നമ്മൾ മുഖാന്തരം, അല്ലെ നമ്മൾ കാരണക്കാരായി കഴിഞ്ഞാല് അവരുടെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ വലിയൊരു എന്താ പറയാ നമ്മുടെ ഒരു നേട്ടല്ലേ സത്യത്തില്. കാരണം നമ്മൾ വേറെ ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നമുക്കതൊന്നും കിട്ടില്ല. ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകളിലൂടെ ഈ ഓരോ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്തും അവർ ഉപയോഗിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് തരുന്നത്. നല്ല ഉൽപ്പന്നങ്ങളാണ്, നല്ല പ്രൊഡക്റ്റുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മടിച്ചു നിൽക്കാതെ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സത്യത്തില്. ഇപ്പൊ ഇവിടെ ഉണ്ടായത് എന്താണ്? ഞാൻ ആദ്യം ഒരു താത്തയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വുമൺ കമ്പാനിയൻ കൊടുത്തു. അവര് കൊടുത്ത റിസൾട്ട് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? അവരെ അയൽവാസിയോട് ആ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു. ആ പ്രൊഡക്റ്റ് അല്ല, മറ്റേ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു. അതേപോലെ അവര് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ അയൽവാസിയോട് റെക്കമെൻഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഞാൻ നിങ്ങളോട് എന്റെ കുറച്ച് ഫീൽഡ് വർക്ക് എക്സ്പീരിയൻസ് കൂടി പറയാം. ഞാൻ നന്നായിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആളാണ്.
എനിക്ക് റീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി റീറ്റെയിൽ കൂടിയാണ് ഞാൻ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ എനിക്ക് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ്. ആ റീറ്റെയിലിൽ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാനും, ഇന്ന് ഒരുപാട് ആളുകൾ ചെല്ലുന്ന സമയത്ത് ഈ നമ്മുടെ ബിസിനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജാതി, മത ഭേദമന്യേ, വർഗ്ഗ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമ്മളെ ബിസിനസ് പഠിപ്പിക്കുന്ന ഈ ഒരു സിസ്റ്റം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആളുകളുമായിട്ടും ഇടപെടാനും അവരെ നമ്മളെ ഒരു കുടുംബം പോലെ കാണാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഏതൊരു വഴിക്ക് പോയി കഴിഞ്ഞാലും ഞാൻ പോകുന്ന ഏരിയയിലൊക്കെ തന്നെ കുറെ വീടുകളായിട്ടും കുറെ വീട്ടിലെ ആളുകളുമായിട്ടും നല്ലൊരു ബന്ധവും, നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം തരാനും വെള്ളം തരാനും ഒക്കെ നമ്മൾ എവിടെ ഒരു സ്ഥലത്ത് കുഴഞ്ഞു വീണ് കിടന്നാലും നമ്മളെ എടുത്തു കൊണ്ടുപോകാൻ ആളുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പൊ ഉണ്ട്. കാരണം ഇപ്പം നമ്മളെ അറിയാത്തവരാരും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല അനുഭവങ്ങളും ഉണ്ട്, ചീത്ത അനുഭവങ്ങളും ഉണ്ട്. അതായത് നല്ല അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു നമ്മളോട് സ്നേഹത്തോട് കൂടിയിട്ട് ചെല്ലുന്ന സമയത്ത് കയറിയിരിക്കാനും നമ്മളെ കണ്ട് സ്നേഹത്തോടു കൂടി പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഫീൽഡിൽ ചെല്ലുന്ന സമയത്ത് ചില വീടുകളിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലല്ലാത്ത അനുഭവങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ റീറ്റെയിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയും നല്ല പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ റീറ്റെയിലിങ്ങിന് പോവാം. അപ്പൊ ആ സമയത്തൊക്കെ ചിലപ്പം ചിലർക്ക് ചെല്ലുന്നത് ഇഷ്ടമുണ്ടാവില്ല, വാതില് കൊട്ടിയടിക്കുന്നവരുണ്ടാവും, ചിലപ്പം നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവരുണ്ടാവും. പക്ഷെ അവരുടെ മുമ്പിലൊക്കെ നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തൊന്നും യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവില്ല എന്ന് വേണം പറയാനായിട്ട്. എനിക്കൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും വക വെക്കാതെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ അതിലേറെ പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് നെഗറ്റീവ് അനുഭവങ്ങൾ നമുക്ക് അതിനെ ഒരു നെഗറ്റീവ് ആയിട്ട് ഉള്ളിലേക്ക് എടുക്കാനായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ചിലർക്കൊക്കെ എന്തോ ഒരു മടി അല്ലെങ്കിൽ എന്തോ ഒരു മോശം കാര്യം എന്നുള്ള രീതിയിലേക്കാണ് തോന്നുന്നത്. നമ്മൾ അതിനെ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യകത ഇല്ല. കാരണം നമ്മള് നല്ല പ്രൊഡക്റ്റ്, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ആണ് നമ്മൾ വിൽക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കച്ചവടമല്ലേ. കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരിക്കലും നാണിക്കേണ്ട യാതൊരു അവസ്ഥയില്ല. നമ്മൾ ഒരാളെ വീട്ടില് ഭിക്ഷാടനത്തിനോ അല്ലെങ്കിൽ യാചിക്കാനോ ഒന്നിനും വേണ്ടിയല്ലല്ലോ പോകുന്നത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കച്ചവടം ചെയ്യുന്നു. അതിന് നമ്മൾ യാതൊരു വിധത്തിലും മടിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഈ റീറ്റെയിലിംഗ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ വേണം പറയാനായിട്ട്. ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് സത്യം പറഞ്ഞാല് ഈ ലേഡീസിനോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു നെഗറ്റീവ് ആയിട്ട് പറയല്ല എങ്കിൽ കൂടിയും ഒരു എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കടകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണും. ഇതൊക്കെ നമുക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇത് വാങ്ങണമെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ വേണം. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ജോലിക്കൊന്നും പോകാത്ത സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഭർത്താക്കന്മാരോട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരും. ഏട്ടാ ഒരു 100 രൂപ തരി, 200 രൂപ തരി എന്ന് പറഞ്ഞ് പൈസ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ആ സമയത്ത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവര് തരുന്ന ആ ഒരു പൈസക്ക് അങ്ങനെയല്ല, അവര് ചോദിക്കും നമ്മളോട് ഈ പൈസ എന്താക്കി, എന്തിന് ചെലവാക്കി, എത്ര രൂപ, ഇതെന്തിനാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. നേരെ തിരിച്ച് നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ 200 രൂപ എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റുകൾ കാണുന്ന സമയത്ത് ഒരുപാട് ലേഡീസിന് എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പണം ഇല്ല. പണമില്ലാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കണം. അവര് തരൂല. ഇങ്ങനെയൊക്കെയുള്ള, പക്ഷെ അവർക്ക് നല്ല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും.
എന്നാല് നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ധൈര്യം തന്നെയാണ്. കാരണം നമുക്ക് ഒരു ഡ്രസ്സ് ആയാലും ചെറിയ സാധനങ്ങളായാലും ഒക്കെ നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. അപ്പൊ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവില് ജോലികളൊന്നും ചെയ്യാതിരിക്കുന്ന ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കാനായിട്ട് സാധിക്കും. റീറ്റെയിലിംഗ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് കയ്യിൽ ഒരു നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല എന്ന് വേണം പറയാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങള് ഡ്രസ്സിന്റെ കാര്യങ്ങളായാലും വേറെ എന്തെങ്കിലും ആക്സസറീസ് വാങ്ങുന്ന കാര്യങ്ങളായാലും ഒന്നിനും തന്നെ ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാറില്ല. എല്ലാം ഞാന് വാങ്ങാറുണ്ട്. കാരണം ഞാൻ നന്നായിട്ട് റീറ്റെയിലിംഗ് ചെയ്യും. റീറ്റെയിലിംഗ് ചെയ്യുന്നതിലൂടെ തന്നെ നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം റീറ്റെയിലിങ്ങിന് പോയിട്ടില്ലെങ്കിൽ തന്നെ ഭയങ്കര വിഷമാണ്. ഒരു 100 രൂപ അന്ന് കയ്യിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഭയങ്കര വിഷമാണ്. പക്ഷെ റീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മള് എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലപ്പോ നമുക്കുണ്ടാവും. ഈ വണ്ടിയില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ നടന്നിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ റീറ്റെയിലിംഗ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് ചിലപ്പം കാലുവേദനയായിട്ട് ഒക്കെ കാലുവേദനയാവുന്നു ഞാൻ തിരിച്ചു പോട്ടെ, ഫുഡ് കഴിക്കേണ്ട സമയമായി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ തിരിച്ചു പോട്ടെ, ഇങ്ങനെയുള്ള ഒരു ഇതില്ലാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം ഞാൻ ഇന്ന് ഒരു 1000 രൂപേന്റെ കച്ചവടം ചെയ്യും, റീറ്റെയിലിങ്ങിലൂടെ ഒരു 1000 രൂപേന്റെ കച്ചവടം ചെയ്യും, അത് ചെയ്തിട്ട് മാത്രമേ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരും റീറ്റെയിലിംഗിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് റീറ്റെയിലിംഗിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാം. ആ റീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ ഈ ബിസിനസ് ആവശ്യമായി വരുന്ന ആളുകളെ കാണാനും ഒക്കെയുള്ള ഒരു അവസരം വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും അതോടൊപ്പം അതിലൂടെ നമുക്ക് റിക്രൂട്ട്മെന്റ് കൊണ്ടുവരാനായിട്ടും സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലിങ്ങിലൂടെ തന്നെയാണ് ഞാന് റിക്രൂട്ട്മെന്റ് 2-3 റിക്രൂട്ട്മെന്റുകൾ കൊണ്ടുവന്നത് ഈ റീറ്റെയിലിംഗ് ചെയ്തതിലൂടെ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ഈ റീറ്റെയിലിംഗ് ചെയ്തതുകൊണ്ടാണ് ഈ 3 ആയാലും 4 ആയാലും ഈ ആളുകളെ കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റീറ്റെയിലിംഗിൽ നമ്മൾ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. നമുക്ക് പ്രയാസങ്ങൾ തോന്നാം, തിരിച്ചു പോകാൻ തോന്നാം, ചിലപ്പോൾ നമ്മളെ പരിഹസിക്കുന്നവരുണ്ടാകും, വേഗം തൂക്കി നാട് നീളെ നടന്ന് വിറ്റ് അങ്ങനെയുള്ള പരിപാടിയാണോ ചെയ്യുന്നത്, അല്ലെ അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളിപ്പം എവിടെയും തളർന്ന് വീണ് കിടന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഒരു 10 രൂപ കിട്ടണമെങ്കിലോ ഈ പറഞ്ഞ ആളുകൾ ആരും തന്നെ നമുക്കത് തരില്ല. നമുക്കത് വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ അതിനെ ഒരിക്കലും എന്താ പറയാ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമോ റീറ്റെയിലിംഗ് ചെയ്യുന്നതിന് ഒരു മോശമായിട്ട് കാണേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. റീറ്റെയിലിംഗ് നന്നായിട്ട് തന്നെ ചെയ്യുക. എനിക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിലിംഗ് ആണ് എനിക്ക് വളരെ ഒരു ശക്തി തരുന്നത്. ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി തരുന്നത് റീറ്റെയിലിംഗ് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. റിക്രൂട്ട്മെന്റുകളോ പുതിയ ആളുകൾക്ക് പ്ലാൻ കൊടുക്കാനോ കാര്യങ്ങളോ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതലും റീറ്റെയിലിംഗ് ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ സമയം ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, റീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. ഒരു ടാർഗറ്റ് വെച്ചിട്ട് ആ എമൗണ്ട് ആയതിനു ശേഷം മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളൂ. പകുതി ദിവസങ്ങളിലും ചിലപ്പം ഫുഡൊക്കെ വീട്ടിലെത്തിയിട്ടായിരിക്കും കഴിക്കുക, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ കഴിക്കാറില്ല. എങ്കിൽ കൂടി നമുക്ക് അതിനൊന്നും ഒരു വിഷമവുമില്ല, ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു വിഷമവുമില്ല. കാരണം ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടുള്ള വിജയിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആകുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു പറച്ചിലുണ്ടാവും, അവർക്ക് 2 പെൺകുട്ടികളല്ലേ, എന്ത് ചെയ്യാനാ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവളെ കൊണ്ട് എന്താക്കാന് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷെ ഇന്ന് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുകൾക്ക് മുമ്പിലൊക്കെ ശക്തമായിട്ട് ഈ ബിസിനസ്സിൽ നിന്നുകൊണ്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുന്നത് കൊണ്ട് തന്നെ ആദ്യമേ ഇത് പറഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ട് എന്തോ ഒക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അതായത് ചിലപ്പോൾ നമ്മുടെ സംസാരത്തെ കൂടി ആയിരിക്കാം. സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടലി നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന മാറ്റമാണ്. അത് ഏറ്റവും വലിയ മാറ്റമാണ്. ഞാൻ ഈ ഒരു ബിസിനസ് കണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ടോട്ടലി ചേഞ്ച് ആക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ദേഷ്യമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു വ്യക്തിയോ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ദേഷ്യം അല്ലെ ആ ഒരു പ്രകോപനം വരുന്ന ആ ഒരു മൈൻഡ് അതിനെ കൂളാക്കാനും നമുക്ക് എങ്ങനെ ആളുകളുമായിട്ട് സംസാരിക്കണം, എങ്ങനെ ആളുകളോട് ഇടപെടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ
മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, മെന്റൽ പവർ ഇതിലൂടെ കിട്ടുമെന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മെന്റൽ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ. ചെറിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ തളരാതെ, നമുക്ക് ചിലപ്പം നമ്മളെ അവഗണിച്ച് നിർത്തുന്നവരുണ്ടാവാം, നമ്മളെ കൂടെ കൂട്ടാത്തവരുണ്ടാകാം. ആ സമയത്തൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ കൂടി കടന്നു വന്ന് ഓരോ കടമ്പകൾ കടന്ന് കടന്ന് പോകുന്ന സമയത്ത് നമ്മൾ മെന്റലി സ്ട്രോങ് ആവുന്ന സമയത്ത് നമ്മളെ ഇനി ആരെങ്കിലും ആ രീതിയിൽ മാറ്റി നിർത്തിയാൽ കൂടിയും നമുക്ക് അവരോടൊന്നും തോന്നൂല. ഞാൻ ഒറ്റയ്ക്കായാലും ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ സ്റ്റേൺ ആണ്, ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യും എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു മെന്റൽ പവർ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടുന്നുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിലുപരിയായിട്ട് അതിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. എങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ള വരുമാനങ്ങളും ചെറിയ രീതിയിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാനും ഒക്കെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വന്നതിന് ശേഷം സാധിച്ചിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാനായിട്ട്. ഇനി അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് GTSന്റെയും പ്രോഗ്രാമുകളുടെയും ഒക്കെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കുന്നത് നമ്മുടെ വൈത്തിരി വെച്ച് നടന്നിട്ടുള്ള 2 ഡേ RTP അതിൽ പങ്കെടുത്തതിന്റെ ഫലമായിട്ടാണ്. അവിടെ ഭവനേഷ് സാറെ പോലെയും പ്രജീത് സാറെ പോലെയും ഉള്ള ഗ്രേറ്റ് ലീഡേഴ്സിന്റെ ഒക്കെ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മേഖല പാടെ ഉപേക്ഷിച്ച് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനം കിട്ടിയത് ആ ഒരു 2 ഡേ RTPയിൽ പങ്കെടുത്തതിന്റെ ഫലമായിട്ട് ആണ് എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിങ്ങളെ ടീമുകളിലോ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രോഗ്രാമുകളിലും GTS സെന്ററുകളിലും ഒന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് എല്ലാ ലീഡേഴ്സും പറയും പോലെ തന്നെ നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെയുള്ള ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ GTSന് പോയി ഇത് എല്ലാ ആഴ്ചയും ഞാൻ GTSന് പോകുന്നതല്ലേ, കേട്ടത് തന്നെയല്ലേ ഈ കേട്ടോണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ഞാൻ ഇന്ന് GTSന് പോണല്ലോ, പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വരണ്ടേ. ഞാനൊക്കെ ഒരാഴ്ചയില് 2 GTS സെന്ററുകൾ, ഒന്ന് കോഴിക്കോട് നളന്തയിലും ഒന്ന് താമരശ്ശേരി, ഞങ്ങളുടെ ടീമിന്റെ സെന്റർ താമരശ്ശേരിയാണ്. താമരശ്ശേരി GTS സെന്ററിലുമാണ് മാക്സിമം പങ്കെടുക്കാറുള്ളത്. എങ്കിലും ബാക്കിയുള്ള സെന്ററുകളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന സമയങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഈ സെന്ററുകളാണ് മെയിൻ ആയിട്ട് ഞാൻ ഉപയോഗപ്പെടുത്താറുള്ളത്. നമുക്കിപ്പം എല്ലാ വീക്കിലും നമുക്ക് ഗസ്റ്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം ഗസ്റ്റ് ഇല്ല എന്ന് കരുതി ഇന്ന് ഗസ്റ്റ് ഇല്ലല്ലോ, ഞാൻ എന്തിനു പോണം, GTS സെന്ററിൽ എന്തിനു പോണം, ഗസ്റ്റ് ഇല്ലാണ്ട് പോയാല് ഇപ്പൊ എന്റെ ലീഡർ ചീത്ത അറിയില്ലേ, അല്ലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഗസ്റ്റ് ഇല്ലല്ലോ ഇത് ഞാൻ തന്നെ പോയി കേൾക്കല്ലേ, ആ ഒരു തോന്നിച്ച നമുക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ പോവുക, നമ്മൾ കേൾക്കുക, നമ്മൾ ഇത് സ്ഥിരമായി കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് വളരെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ FSSകള്, 2 ഡേ RTPകള്, ട്രെയിനിങ് പ്രോഗ്രാമുകള്, ഇതെല്ലാം നമ്മൾ പങ്കെടുക്കുക. ഇതിലൂടെയൊക്കെ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീന്റെ സാധ്യതയെ കുറിച്ചാണ്. കാരണം നമുക്കറിയാം, ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ആളുകള്, വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് ആളുകള്, വിദ്യാർത്ഥികള് ഒക്കെ പഠിച്ചിറങ്ങുന്നുണ്ട്. പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജോലി ഇല്ല എന്നുള്ളത്. തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണുള്ളത്. എല്ലാവരും PSC, ഗവൺമെന്റ് ജോലി എന്ന് നോക്കി നടന്നാല് നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് സാധിക്കില്ല. നമ്മള് എല്ലാവർക്കും ഇപ്പൊ PSC എഴുതി ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് അതിലൂടെ നമുക്ക് കിട്ടിക്കോളണം എന്നൊന്നുമില്ല. നമ്മള് സമൂഹത്തിലേക്കൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്തൊക്കെ ജോലികളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളോ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളോ ഒക്കെ ആണെങ്കിൽ അവരെന്താണ് അങ്ങനത്തെ അത്തരത്തിലുള്ള ജോലികളിലേക്ക് ഇറങ്ങാനായിട്ട് വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനും അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകളിലേക്കും നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിയിലധികം തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തെ നമുക്ക് നമ്മുടെ ഈ ഒരു കേരളത്തിൽ നിന്ന് തന്നെ അല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. പണമില്ല, പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മുമ്പിലേക്ക് ഇതിന്റെ സാധ്യതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും. ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അറിയുന്ന ഒരു വ്യക്തിയുടെ മകൻ
10ാം ക്ലാസ് വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ജോലി കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വീട്ടുകാരെ അടുത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള കുത്തുവാക്കുകള്, "നിനക്ക് ജോലിയില്ല, നീ പണിക്ക് പോകുന്നില്ല" എന്നൊക്കെ പറഞ്ഞ് ഉള്ള കുത്തുവാക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ മാതാപിതാക്കള് കാണുന്നത് ബാത്റൂമിന്റെ മോളില് കെട്ടി കിടക്കുന്ന മകനെയാണ്. അപ്പം അത്രത്തോളം നമുക്ക് ആ ഒരു പ്രശ്നം, അതായത് ഒരു തൊഴിലില്ല ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പണമില്ല ഇല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന സമൂഹത്തിൽ നമുക്കുണ്ടാവുന്ന വില, അല്ലെങ്കിൽ അതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു മനോവിഷമം കാരണം ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലേക്കൊന്നും പോകാതിരിക്കണമെങ്കില് നമുക്ക് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള നല്ല ഓപ്പർച്യൂണിറ്റികള് ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുകയാണെങ്കില് ഒരുപാട് ആളുകൾക്ക് നമുക്ക് തൊഴില് നൽകാനായിട്ട് സാധിക്കും. അതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കേൾക്കുന്നുണ്ട്. ജാതിയുടെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും വർഗത്തിന്റെ പേരിലായാലും ഒക്കെ തന്നെ തമ്മിൽ തല്ലുകൂടി കൊലവിളി നടത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബിസിനസ്സിലൂടെ ഒരുപാട് ആളുകള്, നാനാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ബഹുമാനം, അവർക്ക് തിരിച്ച് നമ്മളോടുള്ള ബഹുമാനം ഒക്കെ നമ്മള് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വരുന്നതോട് കൂടിയിട്ട് പഠിക്കും. അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും ഒരേ രാജ്യത്തുള്ള ആളുകളാണ്, ഇന്ത്യക്കാരാണ്. അല്ലാതെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒരേ രാജ്യത്തിന്റെ മക്കളാണെന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്പനി നമുക്കുണ്ട്. ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്കുണ്ട്. ഇവരൊക്കെ നമുക്ക് നല്ല ശക്തമായിട്ട് അവരുടെ ഓരോ വാക്കുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവുകളെല്ലാം ഒഴിവാക്കി പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളോട് കൂടിയിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തമായി വിജയിക്കാമെന്നും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്നും മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എന്നെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള മാഡം